ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VFD നിങ്ങളുടെ പ്ലാന്റിൽ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന 3 ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനകത്ത് വരുന്ന ആദ്യത്തെ ഒരു ഇഷ്യൂ ആണ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് പ്ലാന്റിൽ ഒത്തിരി എനർജി സേവിങ്സിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ VFD ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അനാവശ്യമായിട്ടുള്ള കറണ്ട് ബില്ല് വരും. അതായത് നമുക്ക് അതിന് വളരെ ഒരു പരിധി വരയ്ക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ VFD ഉപയോഗിച്ചിട്ട് കഴിയും. അപ്പോൾ എനർജി എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പമ്പ്, ഫാൻ ഇത്തരം ആപ്ലിക്കേഷൻസിൽ നമുക്ക് ധാരാളം അനാവശ്യമായിട്ട് എനർജി പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡിവൈസസ് ഒന്നും ഫുൾ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്പീഡ് നമ്മൾ എപ്പോഴൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാൻ കഴിയുന്നോ ആ സമയത്തൊക്കെ നമുക്ക് പവർ സേവിങ് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ അത് ചുമ്മാ പറ്റില്ല, നമുക്ക് അതിനകത്ത് ഒരു ഓട്ടോമേഷന്റെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ വേണ്ടി വരും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഫുൾ സ്പീഡിൽ റൺ ആവുകയും അല്ലാത്ത സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി സ്പീഡ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ധാരാളം എനർജി സേവിങ്സ് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ VFD വഴിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ പവർ സേവിങ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. അപ്പോൾ VFD ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എനർജി സേവിങ് ആണ്. അതായത് ആ എനർജി സേവിങ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഒരു മെയിൻ പ്രോബ്ലം. അടുത്ത ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് VFD ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് കറണ്ട് സർജ് എന്നുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ DOL സ്റ്റാർട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡെൽറ്റ സ്റ്റാർട്ടർ ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് കറണ്ടിന്റെ പ്രോബ്ലം. കാരണം നമുക്ക് ധാരാളം കോണ്ടാക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് നോക്കിയാൽ, അതായത് എത്രത്തോളം കോണ്ടാക്ടേഴ്സ് ഫെയിലിയർ ആവുന്നുണ്ടെന്ന് നോക്കി നമുക്ക് അപ്പോഴായിരിക്കും ഈ ഒരു പ്രോബ്ലം നമ്മൾ തിരിച്ചറിയുന്നത്. അതിന്റെ മെയിൻ കാരണം ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുതലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എബോവ് ഒരു 20 HP അല്ലെങ്കിൽ 30 HP വരുന്ന മോട്ടേഴ്സിന് ഒരിക്കലും നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ അല്ലെങ്കിൽ നമുക്ക് DOL ഒരിക്കലും പറ്റില്ല. 7.5 HP വരെയൊക്കെ DOL ഉള്ളൂ. ബട്ട് എങ്കിലും നമ്മൾ ഈ പറയുന്ന കോണ്ടാക്ടേഴ്സ് എല്ലാം ഒഴിവാക്കി, സ്റ്റാർ ഡെൽറ്റയും DOL ഒഴിവാക്കി VFD നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അത് മാത്രമല്ല, അതുമൂലം ഉണ്ടാകുന്ന നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഒരു വർഷത്തിലേക്ക് എത്ര കോണ്ടാക്ടേഴ്സ് നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് ചെക്ക് ചെയ്യാം. അതിന്റെ കോസ്റ്റും ഈ VFDയുടെ കോസ്റ്റും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും VFDയുടെ കോസ്റ്റ് ഒരു പരിധി വരയ്ക്ക് അത് കുറവ് തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ സപ്പോസ് അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 1 or 2 year നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ധാരാളം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കോണ്ടാക്ടേഴ്സ് ഫെയിലിയർ ആവും. ആ സമയത്ത് പ്രൊഡക്ഷൻ നിർത്തിയിടേണ്ടി വരും. അത് കാരണം വരുന്ന നഷ്ടം വേറെ, അല്ലാണ്ട് ഈ കോണ്ടാക്ടേഴ്സിന്റെ റീപ്ലേസ്മെന്റ് തന്നെ നല്ലൊരു എമൗണ്ട് വരും. അങ്ങനെ അത്തരം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് സർജ് എന്നുള്ള പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് VFD ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു മെയിൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ധാരാളം ഇഷ്യൂസ് ആണ്. നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് VFD ഉപയോഗിച്ചിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് മോട്ടറിന്റെ സ്പീഡ് കൂടുകയോ കുറയുകയും ചെയ്യണം, അങ്ങനെയുള്ള ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. നമുക്കൊരു PID കൺട്രോളറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അതിന്റെ ഫീഡ്ബാക്ക് VFDയിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടെമ്പറേച്ചർ കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിധി വരെയുള്ള ഇഷ്യൂസ് നമുക്ക് അവിടെ റെക്ടിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഇതേ തന്നെയാണ് നമുക്ക് ലെവൽ കൺട്രോളിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ നമുക്ക് VFD ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതായത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറോ അല്ലെങ്കിൽ DOLO ഒന്നും നമുക്ക് ഇത്രയും തന്നെ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഇഷ്യൂസ് വരും. പ്രഷർ ആയിക്കോട്ടെ, ഒരു പ്രഷർ കൺട്രോളിംഗ് പ്രോസസ് ആണെങ്കിൽ അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് VFD ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോസ് ലൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുവഴി ഉണ്ടാവുന്ന, അതായത് ഈ പ്രോസസ് കൺട്രോളിങ്ങിന്റെ പ്രോബ്ലം മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് VFD വെച്ചിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. VFD ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെയിൻ പ്രോബ്ലം ഒന്ന് എനർജി എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം
അതായത് സ്റ്റാർട്ടിങ് കറണ്ട് മൂലം ഉണ്ടാകുന്ന സർജിന്റെ പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. മൂന്നാമത് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കാൻ നിങ്ങൾക്ക് VFD ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ റിക്വയർമെന്റ്സോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുകൂടാണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്